ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും ഇനി UPI വഴി പണമിടപാടുകൾ ചെയ്യാൻ സാധിക്കും. അത്യാവശ്യ ഘട്ടത്തിൽ അക്കൗണ്ടിൽ പണമില്ലാത്തവർക്ക് ഇത് ഉപയോഗിക്കാൻ സാധിക്കും. NPCIയുടെ ഭീം ആപ്പിലും ഫോൺ പേ UPI ആപ്പിലും ഈ സൗകര്യം അവതരിപ്പിച്ചു കഴിഞ്ഞു. UPI സർക്കിൾ എന്നാണ് പുതിയ ഈ ഫീച്ചറിന്റെ പേര്. UPI ഉപഭോക്താക്കൾക്ക് UPI സർക്കിളിൽ കുടുംബത്തിലുള്ളവരെയോ സുഹൃത്തുക്കളെയോ ചേർത്ത് ഇടപാടുകൾക്കായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ സാധിക്കും. ഇതുപോലെ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരെ പ്രാഥമിക ഉപഭോക്താവ് എന്നാണ് വിളിക്കുക. ഗ്രൂപ്പിലെ അംഗങ്ങളെ ദ്വിതീയ ഉപഭോക്താവെന്നും വിളിക്കും. പ്രാഥമിക യൂസറുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്നാകും പണം വിനിയോഗിക്കാൻ സാധിക്കുക. അതുകൊണ്ട് തന്നെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും UPI ഇടപാട് നടത്താൻ സാധിക്കും. പരമാവധി 5 പേരെയാണ് UPI സർക്കിളിൽ ഉൾപ്പെടുത്താനാകുക. ഇടപാടുകളിൽ പ്രാഥമിക ഉപഭോക്താവിനായിരിക്കും പൂർണ്ണ നിയന്ത്രണങ്ങൾ. എല്ലാ ഇടപാടുകൾക്കും SMS അലർട്ട് അയച്ച് ഉപഭോക്താക്കളെ അറിയിക്കുകയും ചെയ്യും. ഡിജിറ്റൽ പേയ്മെന്റ് കൂടുതൽ എളുപ്പവും സൗകര്യപ്രദവുമായിരിക്കും ഈ പുതിയ രീതി. നിയന്ത്രണത്തോടെ പണമിടപാടുകൾ അനുവദിക്കാൻ സൗകര്യം നൽകുന്നതാണ് പുതിയ ഫീച്ചർ എന്ന് NPCI പറഞ്ഞു. നിലവിൽ NPCIയുടെ ഭീം ആപ്പിലും ഫോൺ പേ UPI ആപ്പിലുമാണ് ഈ സൗകര്യം ലഭിക്കുക. ബാക്കിയുള്ള UPI ആപ്പുകളിലും ഈ സൗകര്യം വൈകാതെ തന്നെ എത്തുന്നതാണ്. ഇതിലൂടെ ബാങ്ക് അക്കൗണ്ട് ഇല്ലാത്തവർക്കും UPI സേവനങ്ങൾ ചെയ്യാൻ സാധിക്കും. കൂടാതെ അക്കൗണ്ടിൽ പണമില്ലാത്തവർക്കും അത്യാവശ്യ ഘട്ടത്തിൽ ഈ സേവനം ഉപയോഗിക്കാൻ സാധിക്കും. ഡിജിറ്റൽ ഇടപാടുകൾ കൂടുതൽ എളുപ്പമാക്കുന്നതിന് വേണ്ടിയാണ് ഈ സൗകര്യം ഏർപ്പെടുത്തിയിട്ടുള്ളത്. വൈകാതെ തന്നെ മറ്റ് UPI ആപ്പിലും ഈ സൗകര്യം ലഭ്യമാകുന്നതാണ്.